ഹായ് ഓൾ, വെൽക്കം ടു BTech MEDC. ഇന്ന് നമ്മൾ നെറ്റ്വർക്ക് ബാർ സർക്യൂട്ട് തിയറിയുടെ 2-പോർട്ട് നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഒരു പാർട്ട് 1-2 ചെയ്തിട്ടുണ്ട്. അത് വാച്ച് ചെയ്തതിന് ശേഷം പാർട്ട് 3 വാച്ച് ചെയ്യുക. ഇപ്പം ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് 2-പോർട്ട് നെറ്റ്വർക്കിന് വേണ്ടിയിട്ട്. ഇപ്പം നെറ്റ്വർക്ക് തിയറി അല്ലെങ്കിൽ സർക്യൂട്ട് തിയറി അതിൽ 2-പോർട്ട് നെറ്റ്വർക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയതുകൊണ്ടാണ് ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് നമ്മൾ ഈ ചാനലിൽ അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ എക്സാം റിലേറ്റഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ 2-പോർട്ട് നെറ്റ്വർക്കിൻ്റെ എല്ലാ സാമ്പിൾ ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്തതിനകത്ത് കാണും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തത്, അതുപോലെ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ഉള്ളതൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും യൂട്യൂബിൽ നിന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഈ 2-പോർട്ട് നെറ്റ്വർക്കിൽ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരാമീറ്റേഴ്സ് ഓഫ് 2-പോർട്ട് നെറ്റ്വർക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരാമീറ്റേഴ്സ് ഓഫ് 2-പോർട്ട് നെറ്റ്വർക്ക്. പാർട്ട് 2-ൽ നമ്മൾ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് Z പാരാമീറ്റർ, Y പാരാമീറ്റർ, H പാരാമീറ്റർ ആൻഡ് ABCD പാരാമീറ്റർ. അതിൻ്റെ ഇക്വേഷൻസും കണ്ടീഷൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ 4 പാരാമീറ്റേഴ്സ് നമുക്ക് അതിന് തമ്മിൽ ഇൻ്റർ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരാമീറ്റേഴ്സ് ഓഫ് 2-പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ 4 പാരാമീറ്റേഴ്സാണ് ടോട്ടൽ ഉള്ളത്. അത് തമ്മിൽ നമുക്ക് ഇൻ്റർ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരാമീറ്റേഴ്സ് ഓഫ് നെറ്റ്വർക്ക് സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് പ്രോബ്ലം ആണ്. അപ്പോൾ അതിനകത്ത് ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും ചോദിക്കാം. അതായത് ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, Z പാരാമീറ്റർ ഉണ്ട്, Y പാരാമീറ്റർ, H പാരാമീറ്റർ, ABCD പാരാമീറ്റർ. അങ്ങനെ ടോട്ടൽ 4 പാരാമീറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് Z ആണെങ്കിൽ ഇൻ ടേംസ് ഓഫ് Y എക്സ്പ്രസ് ചെയ്യാം, Z ഇൻ ടേംസ് ഓഫ് H റെപ്രസ് ചെയ്യാം, അതുപോലെ Z ഇൻ ടേംസ് ഓഫ് ABCD എക്സ്പ്രസ് ചെയ്യാം. സിമിലർലി H ബാക്കി 3 പാരാമീറ്റർ ടേംസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ കുറേ കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് ചോദിക്കും. അപ്പം നോർമലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് അല്ലെങ്കിൽ ആ പ്രൊസീജിയർ നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഏത് പാരാമീറ്ററിനെയും മറ്റ് പാരാമീറ്ററുമായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമിന് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചു വരുന്നുണ്ട്. ഒരു 90% ക്വസ്റ്റ്യൻസിലും ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരാമീറ്റേഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് വരും. അപ്പോൾ അതിൽ ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏത് പാരാമീറ്ററിനെയും നമുക്ക് ഇൻ ടേംസ് ഓഫ് അതർ പാരാമീറ്റർ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റിലൊന്നും അത് കാണത്തില്ല, നമ്മളൊരു ട്രിക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി കഴിയുകയാണെങ്കിൽ ഇതുപോലത്തുള്ള ഏത് പ്രോബ്ലം ചോദിച്ചാലും നമുക്കത് ഈസി ആയിട്ട് നമുക്കത് എഴുതാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് Z പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നോർമലി ചോദിച്ചിരുന്ന ഒരു ടൈപ്പ് ഇൻ്റർ റിലേഷൻഷിപ്പ് Z പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് Z പാരാമീറ്ററിനെയാണ് എന്തിലേക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത്? ഇൻ ടേംസ് ഓഫ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ട്രാൻസ്മിഷൻ പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതർവൈസ് കോൾഡ് ആസ് ABCD പാരാമീറ്റർ ആണ്. ഇത് തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഏതിനെയാണോ നമുക്ക് ഇൻ ടേംസ് ഓഫ് എക്സ്പ്രസ് ചെയ്യേണ്ടത് അതിൻ്റെ ഇക്വേഷൻസ് ആദ്യം എഴുതുക. ഇതിൻ്റെ കേസിൽ നമുക്ക് ഇവിടെ എന്താണ് Z പാരാമീറ്ററിനെയാണ് ഇൻ ടേംസ് ഓഫ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് Z പാരാമീറ്ററിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ആദ്യം എഴുതണം. ഓൾറെഡി നമ്മൾ പാർട്ട് 2-ൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അതായത് Z പാരാമീറ്റർ വരുമ്പോഴത്തേക്ക് V = Zi ആണ്. ഓക്കെ, അപ്പം V1 V2 = Z11 Z12 Z21 Z22 into I1 I21. Okay, this is the expression for Z പാരാമീറ്റർ. അപ്പോൾ അതിനെ നമ്മൾ ഇക്വേഷൻസ് ആയിട്ട് എഴുതും. ഞാനത് ഡീറ്റെയിൽ പറയുന്നില്ല, നിങ്ങൾ ആ പാർട്ട് 2 ഒന്ന് വാച്ച് ചെയ്യുക. അതിനകത്ത് കൃത്യമായിട്ട് നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.
ഇതിനകത്ത് നിന്ന് ഈ ഒരു ഇക്വേഷൻസ് എഴുതുകയാണ്. ദാറ്റ് ഈസ് V1 ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2, അതുപോലെ V2 ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2. അതിവിടെ എഴുതുകയാണ്. ദാറ്റ് ഈസ് V1 ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2, V2 ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2. ഇതിനെ ഞാൻ ഇക്വേഷൻ എ എന്ന് കൊടുത്തു, ഇതിനെ ഇക്വേഷൻ ബി എന്ന് കൊടുത്തു. ഓക്കെ, നമ്മളിവിടെ ചെയ്ത എന്താ, ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിനെയാണോ ഇൻ ടേംസ് ഓഫ് എക്സ്പ്രസ് ചെയ്യേണ്ടത് അതിൻ്റെ ഇക്വേഷൻസ് ആദ്യം എഴുതുക. ഇതാണ് അതിൻ്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ചെയ്യേണ്ടത് ട്രാൻസ്മിഷൻ പാരാമീറ്ററിൻ്റെ ഇക്വേഷൻസ് എഴുതുക. ട്രാൻസ്മിഷൻ പാരാമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആ ഒരു മെട്രിക്സ് നമ്മൾ കാണാൻ പഠിച്ചു വെക്കണം. ഇതിൻ്റെ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ പാർട്ട് 2 പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്മിഷൻ പാരാമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് V1 I1 ഈക്വൽ ടു ABCD ഇൻറ്റു എന്താ വരുന്നത്, വെരി ഗുഡ്, V2 മൈനസ് I2 ആണ്. ഓക്കെ, അപ്പോൾ അതിന് ഇതുപോലെ ഇക്വേഷൻസ് ആയിട്ട് എഴുതുകയാണ്. പറഞ്ഞ് എന്ത് വരും, V1 ഈക്വൽ ടു A ഇൻറ്റു V2 പ്ലസ് B ഇൻറ്റു മൈനസ് I2, I1 ഈക്വൽ ടു C ഇൻറ്റു V2 പ്ലസ് D ഇൻറ്റു മൈനസ് I2. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് A ഇൻറ്റു V2 പ്ലസ് B ഇൻറ്റു മൈനസ് I2, C ഇൻറ്റു V2 പ്ലസ് D ഇൻറ്റു മൈനസ് I2. ഇതിനെ ഞാൻ ഇക്വേഷന് 1ഉം ദിസ് ഈസ് ഇക്വേഷൻ 2 എന്ന് എഴുതും. ഓക്കെ, അപ്പം ഏതിനാണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് അതിൻ്റെ എക്സ്പ്രഷൻ ആദ്യം എഴുതി, എന്നിട്ട് സെക്കൻഡിൻ്റെ ഇക്വേഷൻസ് നമ്മൾ എഴുതി. നമുക്ക് ഏത് പ്രോബ്ലം വരുവാണെങ്കിൽ ഇതുപോലത്തുള്ള 4 ഇക്വേഷൻസ് നമുക്ക് കിട്ടും. ആ 4 ഇക്വേഷൻസിനകത്ത് ഇത് രണ്ടെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനായിരുന്നു, നമ്മളുടെ Z പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ ആയിരുന്നു. ഓക്കെ, അതുപോലെ ഇത് രണ്ടും എന്തിൻ്റെ ആയിരുന്നു, നമ്മളുടെ ABCD പാരാമീറ്ററിൻ്റെ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് തമ്മിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് നമുക്കറിയാം പാരാമീറ്റേഴ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ V1 I1 V2 I2 ആണ്. V1 ഇതെന്ന് വെച്ചാൽ ഇൻപുട്ടിലെ വോൾട്ടേജ് കറണ്ട്, ഇത് ഔട്ട്പുട്ടിലെ വോൾട്ടേജ് കറണ്ട്, 2 പോർട്ട് നെറ്റ്വർക്കാണ്. ഇത് ഇൻപുട്ട് പോർട്ട്, ദിസ് ഈസ് ഔട്ട്പുട്ട് പോർട്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഇക്വേഷൻസിനകത്ത് ഈ 2 പാരാമീറ്ററും കൂടെ നോക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഈ V1 I1 V2 കോമ്പിനേഷൻസ് ഈക്വൽ ആയിട്ട് വരും. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് തമ്മിലായിരിക്കും വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇന്റർ റിലേഷൻഷിപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ V2 I1 I2 ഉണ്ട്. നോക്കിക്കേ, ഇവിടെ വരുമ്പോഴത്തേക്ക് V1 V2 I2 ആണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ V2 ഉണ്ട്, ഹിയർ I1 ഉണ്ട്, I2 ഉണ്ട്. കണ്ട, അപ്പോൾ ഇതുപോലെ ഇത് രണ്ടെണ്ണം ഫസ്റ്റ് പാരാമീറ്ററിൻ്റെത്, ഇത് 2 ഇക്വേഷൻ സെക്കൻഡ് പാരാമീറ്ററിൻ്റെ. അപ്പോൾ ഏതെങ്കിലും ഈ 2 ഇക്വേഷൻസിനകത്ത് ഒരേപോലത്തുള്ള ടേംസ് കാണും. അതായത് V1 ഇവിടെ വരുമ്പോഴത്തേക്ക് I1 V2 I2 അത് രണ്ടും സെയിം ആയിട്ട് വന്നു. അങ്ങനത്തെ ഉള്ളൊരു ഇക്വേഷൻസ് കാണും. അതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1 എന്തായിരുന്നു, തന്നിരിക്കുന്ന എക്സ്പ്രഷൻസ് രണ്ടും എഴുതുക. സ്റ്റെപ്പ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യണം, ഏതാ ഈക്വലായിട്ട് വരുന്നത് അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തപ്പോഴത്തേക്ക് ഈ 2 ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ കേസിൽ V2 I1 I2 ആണ്, ഇവിടെ V2 I1 I2 ആണ്. അപ്പോൾ ഇതുപോലെ ഇത് എക്സ്പ്രസ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് എന്ത് പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ CV2നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഇതിന് റീഅറേഞ്ച് ചെയ്യുന്നു. ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രം ഇക്വേഷൻ 2, ഈ ഇക്വേഷൻ 2ൽ നമുക്ക് CV2 ഈക്വൽ ടു എന്തെന്ന് എഴുതാം, I1 പ്ലസ് ഇതങ്ങ് അപ്പുറം കൊണ്ടുപോകുമ്പോഴത്തേക്ക് പ്ലസ് DI2 എന്ന് കിട്ടും. CV2 ഈക്വൽ ടു I1 പ്ലസ് DI2 എന്ന് കിട്ടും. ഇപ്പം നമുക്കിവിടെ V2 ആണ് വേണ്ടത്. അപ്പോൾ C ഇപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പോൾ V2 ഈക്വൽ ടു എന്ത് കിട്ടും, 1/C I1 പ്ലസ് D/C I2. അത് ഞാൻ ഇക്വേഷൻ 3 എന്ന് കൊടുത്തു. ഇനി ഇക്വേഷൻ ബിയും 2ഉം കൂടെ ഒന്ന് കമ്പയർ ചെയ്തേ. കമ്പയറിങ്
ഇക്വേഷൻ ബി ആൻഡ് 3. ഇപ്പം V2 സെയിം ആണ്, ഇവിടെ I1 സെയിം ആണ്, I2 സെയിം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Z21 എന്ന് വെച്ചാൽ എന്തെന്ന് എഴുതാൻ പറ്റും? കണ്ടേ, ഇതും ബാക്കിയെല്ലാം സെയിം. ഇത് V2 ആണ്, ഇവിടെ I1 ആണ്, ഇവിടെ I2 ആണ്. സോ വി ക്യാൻ റൈറ്റ് Z21 ഈക്വൽ ടു 1/C ആൻഡ് Z22 ഈക്വൽ ടു D/C. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതി? ഇത് നമ്മൾ Z പാരാമീറ്റർ ആണ്. ഇൻ ടേംസ് ഓഫ് ABCD പാരാമീറ്റർ നമ്മൾ എക്സ്പ്രസ് ചെയ്ത്, രണ്ടെണ്ണം നമ്മളിങ്ങനെ എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, ഇനി എന്തുണ്ട്? ഇനി റിമൈനിങ് 2 പാരാമീറ്റേഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാറുണ്ട്. അതായത് Z11ഉം Z21ഉം കൂടെ ഇൻ ടേംസ് ഓഫ് ABCD പാരാമീറ്റർ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അപ്പം അതിന് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഓൾറെഡി ഈ V2ൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏതൊക്കെ ഇക്വേഷൻസാണ് നമ്മൾ യൂസ് ചെയ്തത്? ഈ സെക്കൻഡ് ഇക്വേഷനും ഇതിൻ്റെ സെക്കൻഡ് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പം നെക്സ്റ്റ് ഈ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ റിമൈനിങ് പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് പാരാമീറ്റർ ഇതില്ല, അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യാത്തൊരു ഇക്വേഷൻ കാണുമല്ലോ, ഇത് നമ്മൾ യൂസ് ചെയ്തു, കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാത്ത ഇക്വേഷനകത്ത് ആ V2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാണ്? ഇപ്പോൾ ഇതിനകത്ത് 2 പാരാമീറ്റേഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി റിമൈനിങ് Z12 ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓൾറെഡി നമ്മളൊരു V2 എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തായിരുന്നു. ആ V2ൻ്റെ എക്സ്പ്രഷൻ സെക്കൻഡ് പാരാമീറ്ററിൽ നമ്മൾ യൂസ് ചെയ്യാത്ത ഇക്വേഷൻ ഉണ്ട്, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ഇവിടെ ഞാൻ V2ൻ്റെ വാല്യൂ കണ്ട് ഈ V2ന് പകരം ഈ 1/C I1 പ്ലസ് D/C I2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. ഓക്കെ, സോ V1 ഈക്വൽ ടു, അപ്പം നമ്മൾ എന്താ ചെയ്തത്? സബ്സ്റ്റിറ്റ്യൂട്ടിങ് V2 in equation, equation 1. So V1 equal to A into V2 ന് പകരം 1/C I1 plus D/C I2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 1/C I1 plus D/C I2 minus B I2. V1 ഈക്വൽ ടു കമ്പൈൻ ചെയ്യുകയാണ്. ഇവിടെ I1, ഇവിടെ 2 I2 ഉണ്ട്, നമ്മൾ കമ്പൈൻ ചെയ്യുകയാണ്. അപ്പം A/C I1 പ്ലസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് AD/C മൈനസ് B I2 എന്ന് കിട്ടി. ഓക്കെ, ഞാനത് ഇക്വേഷൻ 4 ആയിട്ട് എഴുതി. ഇനി നമ്മൾ എന്ത് കമ്പയർ ചെയ്യും? ഈ ഫസ്റ്റ് ഇക്വേഷൻ A ഇക്വേഷനും നമ്മളുടെ ഈ ഫോർത്ത് ഇക്വേഷനോടെ കമ്പയർ ചെയ്യും. ഞാൻ ആ A ഇക്വേഷൻ ഇവിടെ ഒന്നും കൂടി എഴുതുകയാണ്. A ഇക്വേഷൻ, ദിസ് ഈസ് അവർ A ഇക്വേഷൻ, ദാറ്റ് ഈസ് V1 ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2. ഇത് നമ്മളുടെ ഇക്വേഷൻ A ആയിരുന്നു. ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ എന്ത് കിട്ടും? V1 സെയിം ആണ്, I1 സെയിം ആണ്, I2 സെയിം ആണ്. സോ നമുക്ക് എന്താ എഴുതാൻ പറ്റും? Z11 ഈക്വൽ ടു A/C എന്ന് എഴുതാൻ പറ്റും. അതുപോലെ Z12 ഈക്വൽ ടു AD, LC എടുക്കുമ്പോഴത്തേക്ക് AD മൈനസ് BC ഹോൾ ബൈ C. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇസഡിനെ ആണെങ്കിൽ Z21 ABCDയിൽ എക്സ്പ്രസ് ചെയ്തു, Z22 എക്സ്പ്രസ് ചെയ്തു, അതുപോലെ Z11നെയും Z12നെ എക്സ്പ്രസ് ചെയ്തു. ഇതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. മെത്തേഡ് മനസ്സിലായോ? ഈ ഒരു മെത്തേഡ് മനസ്സിലാണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഞാനതൊന്നും കൂടെ സമ്മറൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എയിം ഫൈൻഡ് Z പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തുള്ള എക്സ്പ്രഷൻസ് ചോദിക്കുമ്പോൾ പല കോമ്പിനേഷൻസിൽ ചോദിക്കാം. ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് പ്രോബ്ലവും ഏത് പാരാമീറ്റർ വേണമെങ്കിലും അതർ പാരാമീറ്റർ ഇൻ ടേംസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടെക്സ്റ്റ് ഒന്നും കിട്ടില്ല, ബൈ എക്സ്പീരിയൻസ് പറഞ്ഞു തരുന്നതാണ്. ഇതിൻ്റെ കേസിൽ V ഈക്വൽ ടു നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഏത് പാരാമീറ്റർ ആണോ എക്സ്പ്രസ് ചെയ്യുന്നത് അതിൻ്റെ എക്സ്പ്രഷൻ എഴുതണം, അതിൻ്റെ ഇക്വേഷൻസ് എഴുതണം. അതിനുശേഷം സെക്കൻഡ് പാരാമീറ്ററിൽ ഇക്വേഷൻസ് എഴുതുക. അപ്പോൾ അതിനകത്ത് 4 ഇക്വേഷൻസ് വരും. ഫസ്റ്റ് രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യേണ്ട പാരാമീറ്റർ, മറ്റേത് സെക്കൻഡ് പാരാമീറ്റർ. അങ്ങനെ വരുമ്പോഴത്തേക്ക് 2 ഇക്വേഷൻസിനകത്ത് ഈ V1, V2, I1, I2 ആണ് പാരാമീറ്റേഴ്സ് ആയിട്ട് വരുന്നത്. അത് ഈക്വൽ ആയിട്ട് വരും, അത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ കേസിൽ ഈ രണ്ട്, ഇത് ഒന്നുകിൽ ഇത് രണ്ട് അല്ലെങ്കിൽ ഇത് രണ്ട് തമ്മിലായിരിക്കും വരുന്നത്.
ഓക്കെ, ഇത് രണ്ടെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് പാരാമീറ്റർ ആണ്, ഇത് രണ്ടും കൂടെ വെച്ചാൽ ABCD പാരാമീറ്റർ ആണ്. അപ്പം ഇസഡ് പാരാമീറ്റർ ഇക്വേഷനും അതുപോലെ ABCD പാരാമീറ്റർ ഇക്വേഷനും തമ്മിൽ ഒരേപോലെ വരും, അത് ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ ഇതിന്റെ കേസിൽ I1 V2 I2, ഇവിടെ I1 V2 I2 വന്നു. അപ്പോൾ അത് രണ്ടുമാണ് ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ V2നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു, V2 മാത്രമായിട്ട് എഴുതി. അപ്പോഴത്തേക്ക് ഈ ഒരു ഇക്വേഷൻ, തേർഡ് ഇക്വേഷനും നമ്മളുടെ ബി എന്നുള്ള ഇക്വേഷനും ഈക്വൽ ആയിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻസ് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതാം. അപ്പോഴത്തേക്ക് Z21 എന്ന് വെച്ചാൽ 1/C കിട്ടും, അതുപോലെ Z22 എന്ന് വെച്ച് കഴിഞ്ഞാൽ D/C എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് അങ്ങനെ കിട്ടും. ഇനി റിമൈനിങ് രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓൾറെഡി നമ്മളൊരു എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. ആ എക്സ്പ്രഷനെ ആണെങ്കിൽ സെക്കൻഡ് പാരാമീറ്ററിൻ്റെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ, പെട്ടെന്ന് കിട്ടും. സെക്കൻഡ് പാരാമീറ്ററിൻ്റെ എക്സ്പ്രഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ യൂസ് ചെയ്യാത്ത രണ്ട് ഇക്വേഷൻസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കി രണ്ട് പാരാമീറ്റർ കമ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇക്വേഷനും അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വേഷനും തമ്മിൽ ഈക്വൽ ആയിട്ട് വരും. അതിൻ്റെ കോഎഫിഷ്യൻസ് ഈക്വേറ്റ് ചെയ്യുക. ഇങ്ങനെ ഇതിൻ്റെ കേസിൽ ഇസഡ് പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് ABCD പാരാമീറ്റർ നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, നിങ്ങളൊന്നുകൂടെ ക്ലിയർ ആവും. സെക്കൻഡ്, അതും സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പാരാമീറ്റർ എക്സ്പ്രഷന് വേണ്ടിയിട്ട് പിന്നെ അത് ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും ചോദിക്കാം, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏതാണെന്നുള്ളത്, പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം സ്ഥിരം ചോദിക്കുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് H parameter in terms of ABCD parameter. ഓക്കെ, ഇതിൻ്റെ കേസിൽ നമുക്ക് H പാരാമീറ്ററിനെയാണ് ABCD പാരാമീറ്ററിൻ്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം മെത്തേഡ് നിങ്ങളാണ് പറയാൻ പോകുന്നത്. ഇപ്പം എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? ഫസ്റ്റ് ഇവിടെ H പാരാമീറ്ററിനെയാണ് നമുക്ക് ABCD പാരാമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തായി എഴുതേണ്ടത്? വെരി ഗുഡ്, H പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ എഴുതണം. H പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ എഴുതണം. ഓക്കെ, അപ്പോൾ അതിന് I2 equal to H11, H12, H21, H22 into I1 V2. ഓക്കെ, രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ, ഇസഡിൻ്റെയും വൈൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ട് വരും. ഇതാണ് ഇസഡ് പാരാമീറ്ററിൻ്റെ മെട്രിക്സ് വരുന്നത്. ആദ്യം നമുക്ക് ഇക്വേഷൻസ് എഴുതണം. അപ്പോൾ എന്ത് വരും? V1 ഈക്വൽ ടു H11 I1 പ്ലസ് H12 V2. നെക്സ്റ്റ് I2 ഈക്വൽ ടു H21 I1 പ്ലസ് H22 V2 അല്ലേ? ഇനി നെക്സ്റ്റ് എന്താ എഴുതേണ്ടത്? ഏത് പാരാമീറ്ററിൻ്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതിൻ്റെ എക്സ്പ്രഷൻ എഴുതണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ABCDയുടെ എക്സ്പ്രഷൻ ഉണ്ട്, അത് ആ ഇക്വേഷൻ അങ്ങ് എഴുതുകയാണ്. ABCD ഇത് തന്നെ എക്സ്പ്രഷനായിട്ട് അങ്ങ് എഴുതുകയാണ്. H പാരാമീറ്റർ, നെക്സ്റ്റ് ABCD പാരാമീറ്റർ. നിങ്ങൾ അതിൻ്റെ മെട്രിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ മതി. ഞാനിപ്പോൾ ഡയറക്റ്റ് അങ്ങ് എഴുതുകയാണ്. അതിൻ്റെ കേസിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ V1 ഈക്വൽ ടു A V2 മൈനസ് B I2, I1 ഈക്വൽ ടു C V2 മൈനസ് D I2. ഓക്കെ, ഇതിന് ഞാൻ ഇക്വേഷൻ A എന്നിട്ടു, ഇതിന് ഇക്വേഷൻ B എന്നിട്ടു, ഇതിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്നിട്ടു, ഇതിനെ സെക്കൻഡ് ഇക്വേഷൻ എന്നിട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് പാരാമീറ്റേഴ്സ് എഴുതി. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ഇൻ ടേംസ് ഓഫ് എക്സ്പ്രസ് ചെയ്യുന്നത് ഏതാണോ അതാണ് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻസ് ആയിട്ട് എഴുതേണ്ടത്, പാരാമീറ്റർ ഇക്വേഷൻസ് ആയിട്ട് എഴുതേണ്ടത്. സെക്കൻഡ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻസ് ആയിട്ട് എഴുതണം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് തമ്മിലും ഏതെങ്കിലും ഒരു ഇക്വേഷൻസ് ഈക്വൽ ആയിട്ട് വരും, അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും നോർമൽ സെക്കൻഡ് നോക്കുക. ഇതിപ്പോൾ ഇത് I2 ആണ്, ഇത് I1 ആണ്, V2 ആണ്. ഇതിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് I2 V1 V2 ആണ്. ഇത് വരുമ്പോഴത്തേക്ക് നോക്കിയേ, ഇവിടെ I2 ഉണ്ട്, നെക്സ്റ്റ് V2 ഉണ്ട്, I1 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് അതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ I2 ആണ് വരുന്നത്. അപ്പോൾ I2ന് എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകണം. മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ടെണ്ണം എന്ന് വെച്ചാൽ H പാരാമീറ്ററിൻ്റെ ആണ്, ഇത് രണ്ടും ABCD പാരാമീറ്ററിൻ്റെ ആണ്. അപ്പോൾ ഈ തമ്മിലൊരു ഇൻ്റർറിലേഷൻ ഇക്വേഷൻസ് കാണും. അപ്പോൾ നോക്കണം. അപ്പോൾ ഇതിൻ്റെ കേസിൽ I2 ഉണ്ട്, എന്താണ് ഇവിടെ I2 ഉണ്ട്, ഇവിടെ I1 ഉണ്ട്, ഹിയർ ആൾസോ I1, നെക്സ്റ്റ് V2, ഹിയർ ആൾസോ V2. ഓക്കെ, അപ്പോൾ
അപ്പോൾ ഇതിനകത്ത് ഈ രണ്ട് ഇക്വേഷൻസ് പാരാമീറ്റേഴ്സ് ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ I2 കിട്ടാൻ വേണ്ടി ഈ ടേമിനെ നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്ത് കിട്ടും, dI2 ഈക്വൽ ടു CV2 മൈനസ് I1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് I2 ആണ് വേണ്ടത്. അപ്പം I2 ഈക്വൽ ടു എന്ത് വരും, I2 ഈക്വൽ ടു ഇപ്പോൾ I1 ടേംസിൽ എഴുതുക. I1 ടേംസ് എഴുതുമ്പോഴത്തേക്ക് മൈനസ് ഡി ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് 1/d I1, ഇതിൻ്റെ കേസിൽ എന്ത് വരും, പ്ലസ് C/d V2 എന്ന് വരും. ഇതിനെ ഞാൻ ഇക്വേഷൻ 3 എന്ന് കൊടുത്തു. ഇനി കമ്പയറിങ് ഇക്വേഷൻ 3 ആൻഡ് B. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തത് ഈ ഇക്വേഷനാണ് യൂസ് ചെയ്തത്. അപ്പം ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പുതിയൊരു ഇക്വേഷൻ 3 എന്ന് കൊടുത്തു. കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് എഴുതാം, നമുക്കിവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടത് H പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് ABCD പാരാമീറ്ററാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും, വെരി ഗുഡ്, എന്ത് കിട്ടും, H21 ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ എന്ത് കിട്ടും, കമ്പയർ I1ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ഇവിടെ I1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ, -1/d. അടുത്ത H22 എന്ന് വെച്ചാൽ എന്താ വരും, H22 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ V2ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ, C/d. ഓക്കെ, അങ്ങനെ ഈ രണ്ട് പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യണം, ഈ H11ഉം H12ഉം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ നേരത്തെ ഇതിനകത്ത് എന്താ ചെയ്തത്, ട്രിക്ക് എന്താ പറഞ്ഞത്, ഇതിനകത്ത് നമ്മൾ I2 ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, I2 ഫൈൻഡ് ഔട്ട് ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യും, ആ സെക്കൻഡ് പാരാമീറ്ററിൻ്റെ നമ്മൾ യൂസ് ചെയ്യാത്ത എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഓക്കെ, ആ എക്സ്പ്രഷനകത്ത് I2ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തുവരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫസ്റ്റ് ഇക്വേഷനും ഈ H പാരാമീറ്ററിൻ്റെ A ഇക്വേഷനും ഈക്വൽ ആയിട്ട് വരും. അത് ഇതുപോലെ എന്ത് ചെയ്താൽ മതി, കമ്പയർ ചെയ്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. എന്ത് മാത്രമേ ഉള്ളൂ, ഫസ്റ്റ് പാരാമീറ്റർ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇക്വേഷൻസ് എഴുതുക, സെക്കൻഡ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ എഴുതുക. അത് ഈ രണ്ട് തമ്മിൽ ഒരു ഇക്വേഷൻ ഈക്വൽ ആയിട്ട് വരും. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയി ഇക്വേറ്റ് ചെയ്ത് രണ്ട് പാരാമീറ്റേഴ്സ് കിട്ടും. ബാക്കി രണ്ട് പാരാമീറ്റേഴ്സ് കിട്ടാൻ വേണ്ടി നമ്മളിവിടെ എടുത്ത എക്സ്പ്രഷൻ അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്തെടുത്ത എക്സ്പ്രഷൻ എടുത്ത് സെക്കൻഡ് പാരാമീറ്ററിൻ്റെ ഫസ്റ്റ് ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്യാത്ത ഏതൊക്കെയാണ് ഇതിനകത്തുള്ളത്, ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാത്തത്. അപ്പോൾ അതായത് അല്ലെങ്കിൽ നമുക്ക് ഇതുമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്ക് അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന എക്സ്പ്രഷനും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി രണ്ട് പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അത് നമുക്ക് ചെയ്തു നോക്കാം. അപ്പം ഞാനിവിടെ ഈ ഫസ്റ്റ് ഇക്വേഷനകത്ത് I2ൻ്റെ വാല്യൂ ഇവിടെ ഇടുകയാണ്. ഈ I2ൻ്റെ വാല്യൂ തന്നെ ഇവിടെ ഇടുകയാണ്. I2ൻ്റെ വാല്യൂ substituting the value of I2 in equation 1. Okay, അപ്പം V1 equal to A V2 minus B into I2ന് പകരം -1/d I1 plus C/d V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. -1/d I1 plus C/d V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒന്ന് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്ത് കിട്ടും, V1 ഈക്വൽ ടു, നമുക്കിവിടെ വേണ്ടത് ഫസ്റ്റ് ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് I1 V2 ആണ് വരേണ്ടത്. ഫസ്റ്റ് I1 പിന്നെ V2 ആണ് വരേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് I1 ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തൊരു മൈനസ് പ്ലസ് ആവും. അപ്പം B/d വരും അല്ലേ, B/d I1 പ്ലസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് AD മൈനസ് BC/d ഹോൾ ഇൻറ്റു V2 എന്ന് വരും. അപ്പോൾ ഈ ടേമിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ BC വരും, D LC എടുത്തപ്പോഴത്തേക്ക് AD വരും, ഇൻറ്റു V2 വരും. ഓക്കെ, ഇത് നമ്മൾ ഇക്വേഷൻ 4 ആയിട്ട് കൊടുത്തു. നമ്മൾ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ആ ഫസ്റ്റ് ഇക്വേഷൻ ഒന്നും കൂടെ എടുത്ത് എഴുതുകയാണ്. ദാറ്റ് ഈസ് V1 ഈക്വൽ ടു H11 I1 പ്ലസ് H12 V2 ആണ്. ഇതായിരുന്നു നമ്മളുടെ A ഇക്വേഷൻ. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, H11 ഈക്വൽ ടു B/d ആൻഡ് H12 ഈക്വൽ ടു AD മൈനസ് BC/d കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് കമ്പയർ ചെയ്ത് I1ൻ്റെ കോഎഫിഷ്യൻ്റ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് H11 ഈക്വൽ ടു B/d എന്ന് എഴുതാൻ പറ്റും. അതുപോലെ
ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ V2ൻ്റെ കോഎഫിഷ്യൻറ്റ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് H12 കിട്ടും. അങ്ങനെ നമുക്ക് 4 എക്സ്പ്രഷനും കിട്ടി. H11, H21, H22 അങ്ങനെ 4 എക്സ്പ്രഷനും നമുക്ക് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് ഒരു പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് അതർ പാരാമീറ്റർ റിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എടുക്കുന്ന സിമ്പിളായിട്ടുള്ള ടെക്നിക്ക് അല്ലെങ്കിൽ ട്രിക്ക് ഇതാണ്. ഇതൊന്ന് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഏത് പാരാമീറ്ററിന് വേണമെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമിന് നമുക്ക് ഇന്നതൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം ഈ ടൈപ്പ് പ്രോബ്ലം കാണും. അപ്പോൾ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 പോർട്ട് നെറ്റ്വർക്ക്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം. നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ കേസിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഏതെങ്കിലും ഒരു പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് അതർ പാരാമീറ്റർ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാരാമീറ്ററിൻ്റെ ഇക്വേഷൻസ് മെട്രിക്സ് ആക്കിയിട്ട് അതിന് ഇക്വേഷൻസ് ആയിട്ട് എഴുതുക. സെക്കൻഡ് പാരാമീറ്ററിനെയും മെട്രിക്സ് ആക്കിയിട്ട് ഇക്വേഷൻസ് ആയിട്ട് എഴുതുക. ഇതിൻ്റെ കേസിൽ 4 ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഈ V1, V2, I1, I2 ഈ കോമൺ ആയിട്ട് വരും. അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഈക്വൽ ആക്കി ആ 2 ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടും, 2 പാരാമീറ്റേഴ്സ് കിട്ടും. ഇനി ബാക്കി 2 പാരാമീറ്റേഴ്സ് കിട്ടാൻ വേണ്ടി നമ്മളിവിടെ റീഅറേഞ്ച് ചെയ്ത് ഇക്വേഷൻ എടുത്ത് ആ സെക്കൻഡ് പാരാമീറ്ററിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമ്മൾ നേരത്തെ യൂസ് ചെയ്യാത്ത 2 ഇക്വേഷൻസ് ഉണ്ടല്ലോ, അത് കമ്പയർ ചെയ്ത് നമുക്ക് ബാക്കി 2 പാരാമീറ്റേഴ്സും കിട്ടും. ഇതാണ് അതിൻ്റെ ഈസി ട്രിക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഏത് പ്രോബ്ലം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കുമാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. നമ്മൾ സെക്കൻഡ് ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു, അപ്പോൾ അതിലും സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാരാമീറ്റർ എടുത്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, അതിൻ്റെ ആൻസർ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തെങ്കിലേ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടത്തുള്ളൂ. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.